തൃശങ്കുവിൽ നിന്ന് വിധി എഴുതിയ കണ്ണൂരിൻ്റെ ഭാവി പി കെ രാഗേഷിലൂടെ പുറത്തു വരാൻ പോകുന്നു. നിമിഷങ്ങൾ, സെക്കൻഡുകൾ മാത്രം പി കെ രാഗേഷ് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയിക്കുമ്പോൾ അത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭാവിയായിരിക്കും പുറത്തേക്ക് വരിക. രാഗേഷ് മാധ്യമങ്ങളോട് കഴിഞ്ഞ 2 വർഷമായി പള്ളിക്കുന്നിൽ UDF-നകത്തുണ്ടായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ചുണ്ടായ അവസാന വട്ട ചർച്ചയിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ 21 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ DCC പ്രസിഡന്റിന് സമർപ്പിച്ചെങ്കിലും നിഷ്കരുണം തള്ളുക മാത്രമല്ല, ഗസ്റ്റ് ഹൗസിലെ റൂമിൽ വെച്ച് പള്ളിക്കുന്നിൽ 7 സീറ്റും നഷ്ടപ്പെട്ടാലും UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, നിങ്ങളെ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവില്ല എന്ന ധിക്കാരത്തോടു കൂടിയാണ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ഏറ്റവും ഒടുവിൽ വിമതനായി അവരുടെ ഗൂഢാലോചന അനുസരിച്ച് തന്നെ ഞങ്ങളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പിണ്ടം വെച്ച് പുറത്താക്കിയ കണ്ണൂർ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ മാറണമെന്ന നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇലക്ഷന് മുമ്പ് 21 ആവശ്യങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇലക്ഷന് ശേഷം വെറും 9 ആവശ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ സമർപ്പിച്ചത്. അതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇന്നലെ വരെ ദൃശ്യമാധ്യമങ്ങളോടോ മറ്റുള്ളവരോടോ പുറത്ത് പറയാതെ തന്നെ ഞങ്ങളത് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്ന് വരെ പരിഹരിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ഏറ്റവും ഒന്ന്, പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് പിരിച്ചുവിട്ടത് ആരുടെ നിർദ്ദേശമനുസരിച്ച് എന്തിനു വേണ്ടി പിരിച്ചുവിട്ടു? കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് പിരിച്ചുവിടുകയും ആ പിരിച്ചുവിട്ട് ആ ഭരണസമിതി അംഗങ്ങളെ ബാങ്കിനകത്ത് വെച്ച് നിഷ്കരുണം മർദ്ദിച്ച് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അത് അന്വേഷിക്കാൻ പോയ ഞാനും പള്ളിക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എൻ്റെ സഹോദരന്മാരുൾപ്പെടെ അടിച്ച് അവിടെ ദേഹോദ്രവം ഏൽപ്പിച്ച് ചോരപ്പുഴ ഒഴുകിയപ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കാതെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇന്നുള്ള അവസ്ഥ. അതിന് നേതൃത്വം നൽകിയ കണ്ണൂർ ടൗൺ SI സനൽകുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നതാണ് എൻ്റെ ആദ്യത്തെ ആവശ്യം, പള്ളിക്കുന്ന് പഞ്ചായത്ത് സംരക്ഷണ സമിതിയുടെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്നത്, ഈ നിയമവിരുദ്ധമായി സഹകരണ വകുപ്പിൻ്റെ സഹകരണ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പള്ളിക്കുന്ന് സഹകരണ ബാങ്ക് പിരിച്ചുവിട്ട കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ അവരുടെ നടപടി ഹൈക്കോടതി റദ്ദു ചെയ്തു, വീണ്ടും പുനഃസ്ഥാപിച്ചു. ആ പുനഃസ്ഥാപിച്ച ഭരണസമിതിയെ വീണ്ടും പിരിച്ചുവിട്ടുകൊണ്ട് 30/6 നിയമവിരുദ്ധ നടപടി എടുക്കുകയും അത് കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് അത് താൽക്കാലികമായി സ്റ്റേ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും പള്ളിക്കുന്ന് ബാങ്ക് നടത്തിക്കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ നിയമവിരുദ്ധ നടപടിയെടുത്ത കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാറെ കണ്ണൂർ ജില്ലയ്ക്ക് വെളിയിൽ സ്ഥലം മാറ്റണമെന്നും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നും ആവശ്യമാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ. അതുപോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനോ UDF നേതൃത്വത്തിനോ ഇന്ന് വരെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കണ്ണൂരിലെ നിയമവിരുദ്ധമായി പ്രവർത്തനം നടത്തുന്ന 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആവശ്യമായ അച്ചടക്ക നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് അതുപോലും ചെയ്തു തരാൻ പറ്റാത്ത ഈ നേതൃത്വത്തിനെ എങ്ങനെ വിശ്വസിക്കും? നാളെ എന്നെ പോലുള്ളവർ നാളെ ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മരിച്ചു വീണാൽ ചിലപ്പോൾ അതിനെതിരെ പോലും അന്വേഷണമില്ലാതെ അത് എഴുതി മൂടപ്പെടുന്ന ഒരു അവസ്ഥ കണ്ണൂരിൽ നാളെ മറ്റൊരു കോൺഗ്രസ്സുകാരനും എന്നെ പോലുള്ള ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വികാരമാണിത്. ആ വികാരം നാളെ ഇല്ലാതിരിക്കാൻ ആ കോൺഗ്രസ് പ്രവർത്തകന്മാരോടൊപ്പമാണ് ഞങ്ങൾ. അതിനുവേണ്ടിയാണ് ഈ ആദ്യത്തെ 2 ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചത്. അതുപോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് ഞങ്ങൾ മറ്റൊന്ന് കാര്യം പറഞ്ഞത്, ഈ അവസ്ഥ കണ്ണൂരിലെ കോർപ്പറേഷനകത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ ഈ അവസ്ഥക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പള്ളിക്കുന്ന് മണ്ഡലത്തിലെ ഏകാംഗ മണ്ഡലം പ്രസിഡന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. പുതിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്യണം. അതോടൊപ്പം ചെറക്കൽ ബ്ലോക്കിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് മണൽ മാഫിയ, ബ്ലേഡ് മാഫിയ, ഏറ്റവും ഒടുവിലായി ഒരു കൊലപാതകത്തിന് പോലും കൂട്ടുനിന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ ഇന്നത്തെ KPCC നേതൃത്വത്തിന്റെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റണം. 600 വോട്ടിന് ജയിക്കേണ്ട ഒരു UDF-ന്റെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, 400 വോട്ടിന് പരാജയപ്പെടുത്തി. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഒരാളെ നോമിനേറ്റ് ചെയ്ത് ബ്ലോക്ക് കമ്മിറ്റി പുനഃസ്ഥാപിക്കണം. മറ്റൊന്ന്, DCC നേതൃത്വം മാറണം.
ഏറ്റവും ഒടുവിലായി അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടെ പുറത്താക്കിയ 9 പേരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം. മറ്റൊന്ന്, പാർലമെന്ററി പാർട്ടി യോഗം നടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സുമാ ബാലകൃഷ്ണനായാലും ഏത് ബാലകൃഷ്ണനായാലും മേയറായി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നുള്ള അവസ്ഥ ലംഘിച്ചുകൊണ്ട് 2 ദിവസം മുമ്പേ ഏകപക്ഷീയമായി യോഗം ചേർന്നുകൊണ്ട് സുമാ ബാലകൃഷ്ണനെ മേയറായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ചാലാട് അമ്പലത്തിലെ ട്രസ്റ്റി ബോർഡ് 4.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ ഭരണം വന്ന് 4.5 വർഷം കഴിഞ്ഞ് ചാലാട് അമ്പലത്തിലെ ട്രസ്റ്റി ബോർഡ് നിയോഗിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി അവിടെ ഉത്സവം സാധാരണ നടക്കുന്നത് പോലെ നടത്താൻ സാധിക്കാത്ത ഈ നേതൃത്വം, അതിൻ്റെ കുറ്റവും എൻ്റെ മേലിൽ പഴിചാരി ഇവിടുത്തെ വിശ്വാസികൾ ഉൾപ്പെടെ ഞാനാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അത് പുതിയ കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ല, ഏറ്റവും ഒടുവിൽ ഞാൻ ഉൾപ്പെടെയാണ് ഇവിടുത്തെ പുതിയ സംവിധാനം വരുന്നത്. ഡെപ്യൂട്ടി മേയറായി എന്നെ നിശ്ചയിക്കണം, അതിനുള്ള തീരുമാനം ഉണ്ടാവണം. ഈ 9 കാര്യങ്ങളിൽ ഒരു തീരുമാനം പോലും ഈ സമയം വരെ പാർട്ടി നേതൃത്വത്തിന് അനുകൂലമായോ അല്ലെങ്കിൽ പരിഹരിക്കാമെന്നുള്ള നിർദ്ദേശമോ തരാൻ ഈ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ ഇന്ന് കാലത്ത് കണ്ണൂരിന്റെ മുൻ DCC പ്രസിഡന്റും MLA-യുമായ സണ്ണി ജോസഫ് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ പ്രതികരിച്ചു. രാകേഷിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് തട്ടി നിൽക്കുന്നത് എന്ന്. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചറിയിച്ചു. എൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണ്, ഇതൊക്കെ പരിഹരിച്ചാൽ ബാക്കി കാര്യങ്ങളിൽ നമുക്ക് അനുകൂല നിലപാടുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു തരത്തിലുമുള്ള ഒരു തീരുമാനങ്ങളും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ 9 മണിവരെ UDF സംവിധാനത്തിന് സാവകാശം നൽകി. 9 മണിക്കുള്ളിലും ഒരു തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിലായി നമ്മുടെ പള്ളിക്കുന്ന് പഞ്ചായത്ത് ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ തീരുമാനം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സുമാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മേയർ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരു മേയർ സ്ഥാനാർത്ഥിയെ UDF മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ UDF സ്ഥാനാർത്ഥിക്ക് എൻ്റെ വോട്ട് ഞാൻ ചെയ്യും. അതല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് എന്റെ വോട്ട് ചെയ്ത് LDF സ്ഥാനാർത്ഥിയെ ഞാൻ വിജയിപ്പിക്കും എന്ന ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതോടനുബന്ധിച്ച് ഇതിന് ശേഷം വീണ്ടും യോഗം ചേർന്നുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കും. ഇതൊക്കെ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ അവസാനത്തെ നിമിഷവും കോൺഗ്രസുകാരന്റെ ആത്മനൊമ്പരം, എന്നെ പോലുള്ള 10,000-കണക്കിന് കോൺഗ്രസുകാരുടെ ആത്മവികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. ഇത് നേതൃത്വം കണ്ണു തുറന്ന്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കണ്ണു തുറന്ന് കാണാനും ഇത് തിരുത്താനും തയ്യാറില്ലെങ്കിൽ ഇതൊരു അവസാനത്തെ മാൻഡേറ്റ് അല്ല. ഇന്ന് നിരുപാധികമായ ഒരു പിന്തുണ മാത്രമാണ്. ഏത് സമയം വേണമെങ്കിലും പിൻവലിക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വതന്ത്രമായ തീരുമാനം എനിക്ക് എടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള തീരുമാനം പിന്നീട് ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സുമാ ബാലകൃഷ്ണനെ മാറ്റുന്ന കാര്യത്തിലുള്ള ചർച്ചകൾ KC ജോസഫ് അടക്കുന്നത് അവസാനിപ്പിച്ചു എന്നാണ് കോൺഗ്രസ്കാരിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി എന്തിനൊരു തീരുമാനത്തിന് വൈകും? 11 മണിക്കാണ് വോട്ടെടുപ്പ്. സുമാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ വോട്ട് LDF-ന് ചെയ്യുന്നതായിരിക്കും. പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്, പലരും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ നടത്തുക, നിരുപാധിക പിന്തുണ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായി ഒരു വോട്ട് ഞാൻ ചെയ്തിരിക്കും. പുറത്തുനിന്നുള്ള പിന്തുണയാണോ? പുറത്തു നിന്നുള്ള പിന്തുണ. നിരുപാധികം എന്ന് പറഞ്ഞാൽ അതല്ലേ. ഡെപ്യൂട്ടി മേയർ സ്ഥാനം 11 മണിക്ക് നോമിനേഷൻ സമയത്ത് അവിടെ വരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറി പുതിയൊരു സ്ഥാനാർത്ഥി ആ ടേബിളിൽ ആ നോമിനേഷൻ പത്രത്തിൽ വന്നില്ലെങ്കിൽ എൻ്റെ വോട്ട് LDF-നാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, ഒഴിവാക്കുകയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെ വെച്ച് അവസാനിക്കും. നിരുപാധിക പിന്തുണയാണ് കോൺഗ്രസിനായാലും LDF-നായാലും നിരുപാധിക പിന്തുണയാണ്. ഞാനിവിടെ പറഞ്ഞ 9 ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിൽ ഒരു ആവശ്യം പോലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഉപസമിതിയും പരിഹരിച്ചിട്ടില്ല. ഒരു നീതിയും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ അവസാനത്തെ മുൻതൂക്കവും ഞാൻ UDF-ന്, ഞാൻ ജനിച്ചു വീണ, ഞാൻ വളർന്നു വന്ന, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ പാർട്ടിക്ക് മുൻതൂക്കം കൊടുത്താണ് ഞാൻ അവസാനത്തെ ഒരു ഉപാധിയുമില്ലാതെ വോട്ട് ചെയ്യുന്നത്. എന്നാലും കേരളത്തിലെ കോൺഗ്രസ് കണ്ണു തുറക്കുന്നില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഇരിക്കുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇവിടുത്തെ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ നേതാക്കന്മാരും ആലോചിച്ച് തീരുമാനമെടുക്കും. ഒരിക്കലും നടക്കില്ല എന്ന് KC ജോസഫ് ഇപ്പോൾ 1 മിനിറ്റ് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7-ാം തീയതി വിജയിച്ച് പുറത്തു വന്ന ആ നിമിഷം മുതൽ ഞാൻ ആവശ്യപ്പെടുന്നതാണ് ഇതൊക്കെ. 11 ദിവസം പൂർത്തിയായി, 12ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നും പാർട്ടി നേതൃത്വത്തിന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ലെങ്കിൽ അതിൻ്റെ കുറ്റം ഞാനല്ല, കഴിവുകെട്ട ഒരു പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ അവരുടെ നിലപാടാണ് എന്ന്
ഇവിടുത്തെ നല്ലവരായ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ വിശ്വാസികളും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും വിശ്വസിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും കണ്ണൂരിലെ ഏകാധിപതികൾ ഇതിനോടുകൂടി അവസാനിക്കണം. കണ്ണൂരിലെ ജനാഭിലാഷവും അതോടൊപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ എൻ്റെ കൂടെ കണ്ണാടി നാറാത്ത പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച ആസിഫുണ്ട്. ഇവിടെ ഇതുപോലുള്ള നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ചവിട്ട് മെതിച്ചുകൊണ്ട് ഒരു മാനദണ്ഡവുമില്ലാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. എനിക്കിഷ്ടമുള്ള ആളുകളെ മാത്രമേ അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത ഒരാളും ഈ പാർട്ടിയിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഈ നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തിന്റെ ചക്രവർത്തി ഭരണത്തിന് തുല്യമായ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെയാണ് എൻ്റെ ശബ്ദം. ഇപ്പോഴത്തും എൻ്റെ ശബ്ദം. അതായത് പി.കെ. രാഗേഷ് അന്തിമ തീരുമാനം എടുക്കാൻ ഇനിയും സമയം കോൺഗ്രസ് നൽകുന്നുണ്ട്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അവസാനത്തെ തുള്ളി രക്തവും കോൺഗ്രസിൻ്റെതാണ്. ആ കോൺഗ്രസിന്റെ വികാരമാണ് എന്നെ നയിക്കുന്നത്. ആ കോൺഗ്രസ്സുകാരൻ്റെ അവസാനത്തെ സമയം പോലും ഞാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അനുവദിച്ചിരിക്കുന്നു. അവർക്ക് തീരുമാനിക്കാം. അവർ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ഇതാണ് എൻ്റെ തീരുമാനം. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു ഉറപ്പുമില്ല. നോമിനേഷൻ വഴി. അവിടെ നോമിനേഷൻ വരുമ്പോൾ സുമാ ബാലകൃഷ്ണനാണോ മറ്റുള്ളവരാണോ എന്നറിയും. ഇനി ഇപ്പോഴുള്ള ഉറപ്പ് ബാക്കി 9 കാര്യങ്ങളുണ്ട്. 9 കാര്യത്തിനകത്ത് ചർച്ചയില്ല. ഏക ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഇനിയും 1.5 മണിക്കൂർ ബാക്കി നിൽക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തിന് ആലോചിക്കാം. സുമാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മേയർ സ്ഥാനാർത്ഥി മാറി പുതിയൊരു മേയർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചാൽ, അത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആയാലും UDF മുന്നോട്ട് വെച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്യും. 9 മണിവരെ ഇപ്പൊ ലൈവിൽ കെ.സി. ജോസഫ് 9 മണിവരെ താങ്കൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചില്ല. ഇതൊരു പുതിയ ആവശ്യമാണെന്നാണ് കെ.സി. ജോസഫ്. 8 മണിക്ക് എന്റെ ദൂതന്മാർ ഇതാ ഇവിടെ ഇരിക്കുന്നു. കെ.പി. നസീർ, മറ്റൊരു ദൂതൻ പി.കെ. രഞ്ജിത്ത്, രണ്ടുപേരും നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് രണ്ടുപേരെയും ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞയച്ചത്. അവസാനത്തെ 5 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. 5 ആവശ്യങ്ങളിൽ ഏറ്റവും ഒടുവിലായി ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തെ മാറ്റി നിർത്തിയാൽ ആലോചിക്കാം എന്നുള്ള നിർദ്ദേശം 8 മണിക്ക് തന്നെ കെ.സി. ജോസഫിനെ ഞങ്ങൾ കൈമാറിയിരുന്നു. 9 മണിവരെ ഞങ്ങൾ കാത്തിരുന്നു. 9:30 വരെ കാത്തിരുന്നു. 9:30ക്ക് പത്രക്കാരായ നിങ്ങളോടൊക്കെ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളോട് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വന്ന് ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 1 ഇഞ്ച് പോലും ഞാൻ മാറില്ല. ആ തീരുമാനം ഉറച്ചതാണ് എന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഒടുവിലായി ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കും. വേറെ ചതിയില്ലല്ലോ. ഇതിന് നോമിനേഷൻ അല്ലേ. അങ്ങനെ ഒരു ഉറപ്പും മറ്റൊരു ഉറപ്പും ഞാൻ വാങ്ങിച്ചിട്ടില്ല. സുമാ ബാലകൃഷ്ണനെ മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനമില്ല എന്ന് എല്ലാ ഭാഗത്തുനിന്നും പറഞ്ഞു കഴിഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ എൻ്റെ വോട്ട് LDFന് ചെയ്യും. തീർന്നല്ലോ. ഇത്രയൊക്കെ ആയിട്ട് ഇനിയും കാത്തിരുന്നിട്ട് കാര്യമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ആത്മനൊമ്പരമാണ്, എൻ്റെ ആത്മവിശ്വാസമാണ്. എൻ്റെ പാർട്ടിയോടുള്ള എൻ്റെ അവസാനത്തെ കൂറും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഒരു വിലപേശലുമല്ല. എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ മുമ്പാകെ പറഞ്ഞു. ഇതിൽ ഏത് ആവശ്യമാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇവിടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പാർട്ടിക്കാർ നിസ്സഹരിക്കുന്ന ഒരു നിർദ്ദേശങ്ങളും എൻ്റെ ഭാഗത്ത് മുമ്പോട്ട്. പക്ഷെ ഇതൊന്നും ഇവർ ഗവനിച്ചിട്ടില്ല. എന്നിരുന്നാലും അവസാനത്തെ ഓപ്ഷനും ഞാൻ എൻ്റെ പാർട്ടിക്ക് കൊടുക്കുന്നു. പക്ഷെ ഇത് മറ്റ് ഉപാധികളോടെയല്ല, നിരുപാധിക പിന്തുണയാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പരിശോധിക്കാനും പരിഗണിക്കാനും ഇനിയും പാർട്ടിക്ക് സമയമുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പിന്തുണ വീണ്ടും പിൻവലിക്കാം. എൻ്റെ നിരുപാധിക പിന്തുണയാണ് ഞാൻ ഇപ്പം നൽകുന്നത്. ഏത് 2 പേർക്ക്? അതെ, തീർച്ചയായും. അങ്ങനെ ലക്ഷ്യത്തിന്റെ ഇതില്ല. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക, ഇതാണ് എൻ്റെ ലക്ഷ്യം. കണ്ണൂർ ജില്ലയിൽ ജനാധിപത്യമായ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി ലഭിക്കണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. അത് തടസ്സം ഇന്നത്തെ ജില്ലാ നേതൃത്വമാണ്. ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ നേതൃത്വം കണ്ണൂർ കോർപ്പറേഷനിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കേണ്ട കണ്ണൂർ കോർപ്പറേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം ആന്തൂർ പഞ്ചായത്തിൽ നോമിനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. പിണറായി പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയി. കേളകം പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. കടമ്പൂർ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. കോൺഗ്രസിന്റെ ഈറ്റില്ലമായി ഈ പഞ്ചായത്തുകളൊക്കെ നഷ്ടപ്പെടുകയും അവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരെ അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ വരെ പോയി പരാതി കൊടുത്തു തെളിവ് നൽകിയ DCC പ്രസിഡന്റാണുള്ളത്. അത് പരിഹരിക്കുന്നതിന് പകരം
മറ്റു മാർഗങ്ങൾ അവലംബിക്കുന്ന DCC നേതൃത്വം. ആ DCC നേതൃത്വത്തെ വെച്ച് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അടുത്ത തവണ ഒരു സീറ്റ് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കില്ല. അത് തുറന്നു കാണിക്കുക. സുമേമ ഏകാധിപത്യ പ്രവണതയുള്ള നേതാക്കന്മാരുടെ ഏകാധിപത്യം ഇതോടുകൂടി അവസാനിക്കണം. അവര് പറയുന്നത് മാത്രമാണ് ഇവിടെ തീരുമാനം എന്ന് പറയുന്നത്. PK രാഗേഷിന്റെ ഏകാധിപത്യമാണ് എന്നാണ് ഇന്നലെ വരെ എല്ലാ മാധ്യമങ്ങളിലൂടെയും പറഞ്ഞത്. പക്ഷേ എൻ്റെ ഏകാധിപത്യമല്ല, കണ്ണൂർ ജില്ലാ കോൺഗ്രസിന്റെ ഏകാധിപത്യമാണ് ഇവിടെ പുലരുന്നത് എന്ന് ഇവിടുത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് എന്റെ ദൗത്യം. വോട്ട് ചെയ്യാൻ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയ അടവ് നയമാണ് ഇതെന്നാണ് KC ജോസഫ് പറഞ്ഞത്. അല്ല, അത് അദ്ദേഹത്തിന് എന്തും പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നു. 1.5 മണിക്കൂർ ഇനിയും KC ജോസഫിനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ആലോചിക്കാം. ആരും വിളിക്കേണ്ട, എന്നെ ആരും വിളിക്കേണ്ട, ആരും ചർച്ച ചെയ്യേണ്ട. അവിടെ നോമിനേഷൻ വരുമ്പോൾ വന്നാൽ മാത്രം മതി. എന്നെ ആരും വിളിക്കണം, എന്നെ കാണണം, എന്നെ കണ്ട് കാല് പിടിച്ച് എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ഒരു നേതാവിനോടും ഇതുവരെ ആവശ്യപ്പെട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അങ്ങോട്ട് പോയി എല്ലാവരുടെ അടുത്തും പറഞ്ഞതല്ലാതെ ഒരാളോടത്തും എൻ്റെ വന്ന് കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു നല്ല കോൺഗ്രസ് പ്രവർത്തകനാണ് താങ്കൾ എന്ന് പറയുമ്പോഴും കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗികമായി എടുത്തൊരു തീരുമാനം, ഒരു മേയർ, ആ മേയറെ മാറ്റണം എന്ന് പറയുന്നത് അതൊരു വിലപേശലല്ലേ? അല്ല, ഏകാധിപതികൾ മാത്രം തീരുമാനമെടുത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേഷൻ മേയറായി തീരുമാനിക്കുന്നത് KPC സെക്രട്ടറി അല്ലേ P രാമകൃഷ്ണൻ? ആ യോഗത്തിലുണ്ടായിരുന്നോ? KP നൂറുദ്ദീൻ സാഹിബ് എന്ന് പറയുന്ന ഈ കമ്മിറ്റിയുടെ കണ്ണൂർ ജില്ലയിലെ ഉപസമിതി അംഗങ്ങളല്ലേ? അദ്ദേഹം ഉണ്ടായിരുന്നോ? KC ജോസഫ് മന്ത്രി ഈ കണ്ണൂർ കോർപ്പറേഷന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു നേതാവല്ലേ? അദ്ദേഹം ഉണ്ടായിരുന്നോ? സജി ജോസഫ് KPCC സെക്രട്ടറി അല്ലേ? ഈ സമിതി അംഗമല്ലേ? അദ്ദേഹം ഉണ്ടായിരുന്നോ? സണ്ണി ജോസഫ് ഈ സമിതിയുടെ അംഗമല്ലേ? അദ്ദേഹം ഉണ്ടായിരുന്നു ഈ തീരുമാനമെടുക്കുമ്പോൾ. പിന്നെ ആരാണ് ഈ തീരുമാനമെടുത്തത്? പാർലമെന്ററി പാർട്ടി യോഗം നടത്തുന്നതിന് മുമ്പേ കണ്ണൂർ കോർപ്പറേഷനിലെ ഈ മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് KPCC ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 9 അംഗ ഉപസമിതി. ഈ 9 അംഗ ഉപസമിതിയിൽ ആരൊക്കെ ചേർന്നാണ് ഈ മേയറെ തീരുമാനമെടുത്തത്? ചില ഏകാധിപതികൾ. ആ ഏകാധിപതിയുടെ സ്വരങ്ങൾ ഇതോടെ ഇവിടെ അവസാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നുള്ള വിഷയമല്ല. കണ്ണൂരിലെ കോൺഗ്രസിന്റെ എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരുടെയും എല്ലാവരുടെയും മാനസികവും ധാർമ്മികമായ പിന്തുണയും എനിക്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരൊക്കെ ടെലിഫോണിൽ ഈ ആത്മവിശ്വാസം എൻ്റെ ഇപ്പം ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളിലും പരിപൂർണമായി അവരുടെ ഒക്കെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ല, തീരുമാനം അത് നമ്മളോട് പറഞ്ഞ ധിക്കാരപരമായ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇനി എൻ്റെ ഭാഗത്തോ നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഭാഗത്തോ ഇനിയൊരു പുനഃപരിശോധന ഇല്ല. ഇവിടെ നിങ്ങളെല്ലാവരും സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചത് പ്രഖ്യാപനമാണ്. ഇനി 11 മണിക്ക് ആ ഹാളിനകത്തേക്ക് കടന്നുപോയി വോട്ട് ചെയ്യാൻ എന്നെ ദൈവവും ഈ പ്രകൃതി നിയമങ്ങളും അനുവദിക്കുമെങ്കിൽ ഇത് നടന്നിരിക്കും. അവിടെ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കുക. അതിന് ദൈവത്തോടും പ്രകൃതിയോടും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറെ ഉദ്വേഗ നിമിഷങ്ങളിലേക്ക് കണ്ണൂരിന്റെ കോർപ്പറേഷൻ പദവി പോകുന്നു. വീണ്ടും രാഗേഷ് അവസാന നിമിഷവും വ്യക്തമായ നിലപാട് പറയുമ്പോഴും ചില കാര്യങ്ങൾ പറയാതെ സൂചിപ്പിക്കുന്നു. LDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കും. പക്ഷേ KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി 11 മണിക്ക് കൃത്യം 11 മണിക്ക് തന്നെ നിലപാട് 1.5 മണിക്കൂർ മാത്രം ഇനി നൽകിക്കൊണ്ടുള്ള ഒരു അവസാന നിമിഷത്തിലെ നിലപാടാണ് കോൺഗ്രസ് വിമതൻ PK രാഗേഷ് നൽകിയത്. വിശദാംശങ്ങളുമായി ജോഷില ചേരും. കൂടുതൽ വിശദാംശങ്ങളിലേക്കും ഇനിയുള്ള 1 മണിക്കൂർ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മുന്നിലേക്ക് വെക്കുന്ന സമയമാണ്. KC ജോസഫ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാറ്റത്തിനും ഇല്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി എന്തായാലും അന്തിമമായി LDFിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും.